നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സിയും സുവാരസും നിറഞ്ഞാടിയപ്പോൾ ലോക്കൽ റൈവൽസായ ഒർലാൻഡോ സിറ്റിയെ തകർത്ത് തരിപ്പിടമാക്കിയിരിക്കുന്നു ഇന്റർ മയാമി. ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് മയാമി വിജയിച്ചിരിക്കുന്നത്. ലിയോ മെസ്സി ഇരട്ട ഗോളുകൾ നേടി. അതോടൊപ്പം തന്നെ ലൂയിസ് സുവാരസിൻ്റെ ഇരട്ട ഗോളുകൾ, ശേഷിക്കുന്ന ഗോൾ റോബ് ടൈലറുടെ വകയായിരുന്നു. മയാമിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ഒപ്പം റോബ് ടൈലറുമാണ് ഇറങ്ങിയത്. കളിയുടെ 4-ാമത്തെ മിനിറ്റിൽ തന്നെ ക്രെസ്ലിൻ്റെ അസിസ്റ്റിൽ നിന്ന് സുവാരസിൻ്റെ ഗോൾ പിറക്കുന്നു. 11-ാമത്തെ മിനിറ്റിൽ വീണ്ടും സുവാരസ് ഗോളടിക്കുന്നു. ഇന്റർ മയാമി അതിവേഗം ഒർലാൻഡോ സിറ്റിയെ കീഴ്പ്പെടുത്തുകയാണ് എന്നത് അവിടെ വ്യക്തമായി. കളിയുടെ 29-ാമത്തെ മിനിറ്റിലാണ് റോബ് ടൈലറുടെ ഗോൾ പിറക്കുന്നത്. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ ലീഡുമായിട്ടാണ് ഹാഫ് ടൈം സമയത്ത് മയാമി കളിക്കളം വിട്ടതെങ്കിൽ രണ്ടാം പകുതിയിൽ മെസ്സിയുടെ 2 ഗോളുകൾ. 57-ാമത്തെ മിനിറ്റിലാണ് മെസ്സിയുടെ ആദ്യ ഗോൾ വരുന്നത്. ജോഡി ആൽബയും സുവാരസും ചേർന്ന് നടത്തിയ മത്സരം ഒരു മുന്നേറ്റം. ആൽബയുടെ ഷോട്ട് ബാറിലടിച്ച് മടങ്ങി വരുമ്പോൾ മെസ്സി അത് ചെസ്റ്റിലെടുത്ത് അടിക്കാൻ ശ്രമിച്ചത് അടി കൊണ്ടില്ലെങ്കിലും ചെസ്റ്റിൽ കൊണ്ട് പന്ത് ഗോൾ ലൈൻ കടന്ന് ഗോളായി മാറുന്നു. പിന്നീട് 62-ാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ ഹെഡർ ഗോൾ, ഇത്തവണ സുവാരസിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് മെസ്സിയുടെ ഹെഡർ ഗോൾ പിറക്കുന്നത്. അങ്ങനെ ഏകപക്ഷീയമായ 5 ഗോളുകളുടെ വിജയം. 62 മിനിറ്റ് ആകുമ്പോഴേക്കും 5 ഗോളുകൾക്ക് മയാമി ലീഡെടുത്തിരുന്നു. എന്നിട്ടും ലിയോ മെസ്സി കളിക്കളത്തിൽ തന്നെ തുടർന്നു. അതിൻ്റെ കാരണം പിന്നീട് കളിക്ക് ശേഷം കോച്ച് ടാറ്റ മാർട്ടിനെ വിശദീകരിക്കുകയുണ്ടായി. മെസ്സി തന്നോട് കളിക്കിടയിൽ പറഞ്ഞു താൻ ഓക്കെയാണ്, തനിക്ക് മുഴുവൻ സമയവും കളിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് സബ് ചെയ്യാതിരുന്നത് എന്ന് കോച്ച് പറഞ്ഞു. എന്തായാലും ആദ്യത്തെ 3 മത്സരങ്ങളിൽ ഒരു പരാജയവുമില്ലാതെ ഇന്റർ മയാമി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മയാമിക്കിപ്പോൾ 3 കളികളിൽ നിന്ന് 7 പോയിന്റാണുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.